ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിന്ന് സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. ഈ കാണുന്ന ഇല്ലമാണ് കേട്ടോ. പൂന്താനം ഇല്ലം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കുറേ ദിവസമായി ഇങ്ങോട്ട് ഇങ്ങനെ വരണം എന്ന് വിചാരിക്കുന്നു. ഈ വഴി ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോകുന്നതാണ്, പക്ഷേ ഇതുവരെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. കേരളത്തിൽ ജീവിച്ചിരുന്ന ഭക്തകവി പ്രമുഖന്മാരിൽ ഒരാളായിരുന്നു പൂന്താനം. മലപ്പുറത്തെ പൂന്താന ഇല്ലത്ത് 1547 പൂന്താന നമ്പൂതിരി ജനിച്ചതെന്ന് കണക്കാക്കപ്പെടുന്നു. അദ്ദേഹം ഇല്ലപ്പേരിൽ അറിയപ്പെടുന്നത് കൊണ്ടുതന്നെ യഥാർത്ഥ പേര് വ്യക്തമല്ല. ദീർഘനാൾ നീണ്ടുനിന്ന അനപദ്യ ദുഃഖത്തിനൊടുവിൽ ഉണ്ണി പിറന്നപ്പോൾ ഇല്ലത്ത് സന്തോഷവും ശാന്തിയും കളിയാടി. എന്നാൽ പിന്നീട് ആ കുഞ്ഞു മരിച്ചതോടെ പൂന്താനം തൻ്റെ ജീവിതം ഭഗവത് ചിന്തകൾക്കായി മാറ്റിവെച്ചു. ഗുരുവായൂരപ്പൻ്റെ കഥകളിലെ നിറസാന്നിധ്യമാണ് അദ്ദേഹം. ഒരുപാട് കഥകൾ അദ്ദേഹവും ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ജനിച്ചതും ജീവിച്ചതും മധ്യ കേരളത്തിലെ പഴയ താലൂക്കിൽ നെന്മേനി അംശത്തിൽ പൂന്താനം എന്ന ഇല്ലത്തായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇല്ലം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ക്രിസ്തുവർഷം 1547 മുതൽ 1640 വരെയായിരുന്നു പൂന്താനത്തിൻ്റെ ജീവിതകാലമെന്ന് സാമാന്യമായി നിർണയിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. ചുറ്റുപുറവും ഒരുപാട് മരങ്ങളും അതുപോലെ ചെടികളൊക്കെ നിറഞ്ഞുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു ഇല്ലം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നമുക്ക് കണ്ടാലറിയാം, ഒരു ട്രഡീഷണൽ ആ ഒരു ടൈപ്പിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. പണ്ടത്തെ ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ പ്രശ്നങ്ങളും കേടുപാടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇത് നല്ല രീതിക്ക് ഇപ്പോഴും നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു അമ്പലം കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ശരീരശുദ്ധിയോടെ മാത്രമേ നമുക്ക് ഈ ഒരു ഇല്ലത്തേക്ക് കടക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ വന്ന സമയത്ത് കുറച്ച് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ചുറ്റുപുറം ഒരുപാട് ചീവീടുകളുടെയും പക്ഷികളുടെയൊക്കെ സൗണ്ട് നന്നായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പെരിന്തൽമണ്ണ ആ ഏരിയയിലേക്ക് നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഇല്ലത്തേക്ക്. സാധാരണ നമ്മുടെ ഒറ്റപ്പാലത്തുള്ള വരിക്കശ്ശേരി മനയുടെയൊക്കെ ഏകദേശം ആ ഒരു സ്ട്രക്ചർ തന്നെയാണ് ഉള്ളത്. പക്ഷെ വരിക്കശ്ശേരി മന വലിയൊരു മനയാണ്, ഇത് ചെറിയൊരു മനയാണ്. ഇവിടെ നമുക്ക് സന്ദർശിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഫീസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതുപോലെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒക്കെ അമ്പലത്തിൻ്റെ ഉള്ളിൽ പാടില്ല, അങ്ങനെയുണ്ട്. ഇന്നിതാ നല്ല മഴക്കാറുണ്ട് കേട്ടോ. മിക്കവാറും ഒരു മഴ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ കാണുന്നത് പത്തായപ്പുരയാണ്. ഇതിൻ്റെ തൊട്ടടുത്തൊക്കെ ഒരുപാട് ചെടികളും പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇല്ലത്തിൻ്റെ ഉള്ളിൽ അമ്പലമായതുകൊണ്ട് തന്നെ ഞാൻ ഉൾഭാഗത്തേക്ക് കയറുന്നില്ല കേട്ടോ. ഈ പരിസരത്ത് കൂടെ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കിവിടെ വന്ന സമയത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. സിറ്റിയിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് മാറിയിട്ടാണ് ഈ ഇല്ലം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ വന്നപ്പോൾ കിട്ടിയത്. പിന്നെ പറയാൻ മറന്നത് എന്താണെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയ്ക്ക് അടുത്താണ് ഈ ഒരു ഇല്ലമുള്ളത്. ഇവിടെ നമുക്കൊരു കൃഷ്ണൻ്റെ അമ്പലം തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. കുറച്ച് നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ 2 അമ്പലങ്ങളിലും നമുക്ക് കയറാം. പക്ഷെ ഞാനിന്ന് വന്നത് ഈവനിങ് സമയത്താണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അമ്പലത്തിൽ കയറിയിട്ടില്ല. ഇനി പറയുന്നത് പൂന്താനത്തിൻ്റെ കൃതികളാണ് കേട്ടോ. ജ്ഞാനപ്പാന, ശ്രീകൃഷ്ണ കർണാമൃതം, സന്താന ഗോപാലം പാന, ദശാവതാര സ്തോത്രം എന്നിവയൊക്കെയാണ്. പിന്നെ കീർത്തനങ്ങൾ വരുന്നത് 108 ഹരി, ഘനസംഘം, ആനന്ദ നൃത്തം, അംബാസ്തവം, മഹാലക്ഷ്മി സ്തവം, പാർത്ഥസാരഥി സ്തവം എന്നിവയാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ ഇല്ലത്ത് നിന്നും ഇറങ്ങി നടക്കുകയാണ്. ഇവിടെ 2 സൈഡിലും ഇങ്ങനെ കുറേ കൃഷികളും ഒക്കെയാണ് കേട്ടോ. റോഡ് സൈഡിൽ തന്നെയാണ് വരുന്നത്, പക്ഷെ കുറച്ച് ഭാഗം വ്യത്യാസമുണ്ടെന്നുള്ളൂ. ഇവിടുന്ന് കുറച്ച് ദൂരെ റോഡിലേക്കുള്ളൂ കേട്ടോ. റോഡിൽ നിന്ന് കുറച്ചുകൂടെ നടക്കാനുണ്ട്. പിന്നെ അതാ ഇല്ലത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു കുളമാണിത്. ഒരുപാട് പായലൊക്കെ ആയിട്ടുള്ള ഒരു കുളം. അപ്പോൾ ഇനി തിരിച്ചു പോവാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.